വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മോശ ഇസ്രായേൽ ജനത്തോട് അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും നിയമാവർത്തന പുസ്തകത്തിലുടനീളം വിവരിക്കുന്നു. ദാമ്പത്യ വിശ്വസ്തത, വിവാഹമോചനം, യുദ്ധപാളയത്തിൽ വിശുദ്ധി, ഭർതൃ സഹോദര ധർമ്മം, വിളവുകളുടെ ആദ്യഫലം കൈകാര്യം ചെയ്യേണ്ട രീതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തൻ്റെ വാഗ്ദാനമനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, ഞാൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായൊരു നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ള പോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും. നിയമാവർത്തനം 26-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് ചെല്ലുമ്പോൾ കർത്താവിന് കല്ലുകൊണ്ട് ഒരു ബലിപീഠം പണിത് ആ ശിലകളിൽ നിയമത്തിലെ ഓരോ വാക്കും എഴുതണമെന്നും മോശ ലേവ്യ പുരോഹിതന്മാരോട് ചേർന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ഉത്ബോധിപ്പിച്ചതിനു ശേഷം 12 ശാപങ്ങളെപ്പറ്റിയും അവർക്ക് അർഹരായവരാരാണെന്നും വിവരിച്ചു. അന്നു തന്നെ മോശ ജനത്തോട് കൽപ്പിച്ചു, നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗരിസിം പർവ്വതത്തിലും, ശപിക്കാനായി റൂബൻ, ഗാദ്, ആഷേർ, സെബുലൂൺ, ദാൻ, നഫ്താലി എന്നിവർ ഏബാൽ പർവ്വതത്തിലും നിൽക്കട്ടെ. നിയമാവർത്തനം 27-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അനുസരണക്കേടിനുള്ള ശിക്ഷയെയും പശ്ചാത്താപത്തെയും പറ്റി മോശ അവർക്ക് വിവരിച്ചു കൊടുത്തു. അന്ന് നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും ഇന്ന് ഞാൻ നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവ അനുസരിക്കും. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും, നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിയമാവർത്തനം 30-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ പരങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.